അപ്പം ഞാനിന്ന് ഫാസിൽ സാറിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, സാറേ എനിക്ക് സിനിമയിലേക്ക് ഒരു ചാൻസ് തരണം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് കിട്ടുന്ന റീപ്ലൈ എന്താണെന്ന് നോക്കാം. നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ടല്ലേ, ബെസ്റ്റ് ആക്ടറടാ, ബെസ്റ്റ് ആക്ടറിൽ മമ്മൂട്ടി അല്ലേ അഭിനയിക്കാൻ വേണ്ടി പോകുന്നു, ഒരുപാട് സ്ഥലത്ത് നിന്ന് പാവത്തിനെ പിടിച്ചിട്ടല്ലേ ഇൻസൾട്ട് ചെയ്ത് പറഞ്ഞേക്കുന്നത്. അപ്പം റിയൽ ലൈഫിലും ഇതുണ്ടാവുമെന്ന് നമ്മളൊന്ന് നോക്കണമല്ലോ അല്ലേ. നമുക്കിന് പ്രത്യേകിച്ച് എന്ത് പണി പോയി, നമുക്കിതൊക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്യാം നമ്മുടെ ഈ ചെറിയ ലൈഫിൽ. ഓക്കെ ഗൈസ്, അപ്പോൾ ക്രോണിക് ബാച്ചിലറിലെ മമ്മൂട്ടിയുടെ വീടായ ഫാസിലിൻ്റെ സ്വന്തം വീട്ടിലേക്ക് നമ്മൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ എത്തിപ്പെടാൻ പോകുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഇതാണ് ഗേറ്റ്. ഓക്കെ, വീട് ഇത് ഈ കാണുന്നതാണ് വീട് ഫാസിലിൻ്റെ, അതുപോലെ തന്നെ ഫഹദിൻ്റെയും. അപ്പോൾ അവിടെ സെക്യൂരിറ്റി ഉണ്ടാവുമോ എന്താണെന്നറിയില്ല, എന്തായാലും പോയി നോക്കട്ടെ. ഇവിടെ ബെല്ലൊന്നും കാണുന്നില്ലല്ലോ, കോളിംഗ് ബെല്ല്. ഹലോ, ആ നമസ്കാരം. ഇവിടെ ഫാസിൽ സാറില്ല? ഇല്ലേ? ഫഹദോ? ആരുമില്ല? അയ്യോ, എനിക്കൊരു സിനിമയിൽ ഇങ്ങനെ അഭിനയിക്കാൻ ചാൻസ് നോക്കണ്ടായിട്ട് വന്നതാ. എറണാകുളം. വിളിക്കാൻ നമ്പർ ആണല്ല? അങ്ങനെ ഒന്ന് ചോറോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചാൻസ് കിട്ടുക ഇല്ല? നിങ്ങൾ കുടുംബാറ്റാ നോക്കി നടത്തുന്നല്ലേ? ഒരു ചാൻസ് കിട്ടാൻ നമ്പർ തരൂല. ഞങ്ങള് ആൾക്കാരെ വന്ന് ചോദിച്ചവരുടെ എടുത്ത് കൊടുക്കും, ആരാ വിളിക്കുന്നത് എന്താണെന്ന് അവർക്ക് അറിയാൻ പാടില്ല. അതെ അതെ അതെ, പല പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് തരത്തില്ല, ഞങ്ങളെ ഇങ്ങോട്ട് വിളിക്കും, ഇങ്ങോട്ടേക്ക് വിളിക്കത്തുള്ളൂ. അല്ലെങ്കിൽ വരുമ്പോ വർത്താനം പറയുമെന്ന് മാത്രമേ ഉള്ളൂ. എനിക്കിപ്പോ ഒരു ചാൻസ് കിട്ടാൻ എന്താ ചെയ്യണ്ടേ? പുള്ളിയോട് സംസാരിച്ചു. ഡയറക്റ്റ് നമ്പർ തരൂല? ഡയറക്റ്റ് പുള്ളിയുടെ നമുക്ക് ഇങ്ങനെ പരിചയത്തില് പുള്ളി പറഞ്ഞ കേൾക്കാത്ത ആരുണ്ടാവല്ലോ. ഞാൻ കണ്ണൂരാ. ഞാൻ വിചാരിച്ചു ഇങ്ങനെ നമ്മുടെ ഈ നല്ല ഹോൾഡേ ആയിരിക്കുമല്ലോ. എറണാകുളത്ത് ആരെങ്കിലും തപ്പുവാണെങ്കിൽ അറിയാൻ പറ്റും എവിടെ താമസിക്കുന്നത്. എറണാകുളം എവിടെ പോയാല്? എറണാകുളം ഇല്ല, എറണാകുളം ജംഗ്ഷനിലാണ് വീട്. അവിടെ ആരെങ്കിലും ചോദിച്ചാൽ പുള്ളിയുടെ ഫ്ലാറ്റ് ഉണ്ട്. അവിടെ ഫ്ലാറ്റ് ഉണ്ട്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്കറിയാമല്ലോ എറണാകുളമാണ് സിനിമയുടെ ശരിയായ ലൊക്കേഷനും അല്ല അതിൻ്റെ ഒരു തറവാട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കെന്നാൽ എന്തായാലും എറണാകുളം അല്ല, എറണാകുളം പോയിട്ട്, എറണാകുളം ആകുമ്പോൾ നമുക്ക് ഒരാളെ മാത്രമല്ല എല്ലാവരെയും കാണാം. നമുക്ക് ഡയറക്ടർ ആണെങ്കിലും ശരി, അസിസ്റ്റൻസിനാണെങ്കിലും ശരി അല്ലേ. അങ്ങനെ നമ്മളിനി എറണാകുളം പോയിട്ട് ചാൻസ് ചോദിച്ചിട്ട് നമ്മൾ മലയാള സിനിമയിൽ ഏതെങ്കിലും ചെറിയൊരു സീനാണെങ്കിൽ ചെറിയൊരു സീൻ, വേഷം എനിക്കൊരു പ്രശ്നമല്ല, അഭിനയിക്കണം. അതുപോലെ തന്നെ അഭിനയിക്കുന്നതിൽ മാത്രമല്ല, ഈ സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള വഴി വെട്ടി തുറന്നു കൊടുക്കുക, അതാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, താങ്ക് യു. അപ്പോൾ നമുക്കിനി എറണാകുളത്ത് നമ്മൾ പോകുന്നതായിരിക്കും. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് വഴിയെ അറിയാം. ഓക്കെ ഗൈസ്, ബൈ.